ഭക്ഷണത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് നിങ്ങൾ മുട്ട, പ്രത്യേകിച്ചും മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയ ഒരാളാണോ? അതോ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കടിച്ചു പിടിച്ച് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണോ? അതോ രാത്രി ഭക്ഷണം പാടെ ഒഴിവാക്കി കുറച്ച് പാലും ഓട്സും മാത്രം കഴിക്കുന്ന ഒരാളാണോ? ഭക്ഷണത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് സാധാരണ ആൾക്കാർ കാണിക്കുന്ന 6 പ്രധാനപ്പെട്ട മണ്ടത്തരങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഇൻറ്റൻഷൻസ് വളരെ കറക്റ്റ് ആയിരിക്കാം, പക്ഷേ ഇത്തരം സ്റ്റെപ്സിൻ്റെ അശാസ്ത്രീയത്തെക്കുറിച്ച് വേണ്ടത്ര അറിയാത്തത് കൊണ്ടാണ് പല ആൾക്കാരും ഒരുപക്ഷെ റിസൾട്ട് കിട്ടാത്തതോ അല്ലെങ്കിൽ എത്ര ചെയ്തിട്ടും തിരിച്ച് വീണ്ടും പഴയ അവസ്ഥയോട് മടങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ വിഷയം, ഭക്ഷണത്തിൽ നിന്ന് മുട്ടയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളൊരു സ്റ്റെപ്പാണ്. ഒരുപക്ഷെ അമിതവണ്ണം, രക്തത്തിൽ ഉയർന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് മുട്ടയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് മുട്ട ഒഴിവാക്കുന്നു. ഇനി അഥവാ മുട്ട കഴിച്ചാൽ തന്നെ മുട്ടയുടെ മഞ്ഞയും ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കഴിക്കുന്ന ഒരാളാണ്. ഇത് തികച്ചും തെറ്റാണ്. ഒരു ജന്മം നൽകാൻ കഴിവുള്ള പൂർണ്ണമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള പ്രകൃതിയുടെ ഒന്നാണ് മുട്ട. അതുകൊണ്ട് നിങ്ങൾ മുട്ട ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം 2-3 മുട്ട കഴിക്കുന്നത് വളരെ ആരോഗ്യകരമാണ്. മുട്ടയിലുള്ള കൊളസ്ട്രോൾ, ഇൻഫാക്റ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ നിർലോഭമായിട്ട് അബൻഡൻസ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എഗ്ഗാണ്. നിങ്ങൾക്കറിയാമായിരിക്കും നമ്മളുടെ ബ്രെയിൻ ഫങ്ഷൻസ്, അതുപോലെ നെർവസ് ഫങ്ഷൻസ്, അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺ പ്രൊഡക്ഷൻസ്, ഇതിനൊക്കെ ഒരുപാട് കൊളസ്ട്രോൾ ആവശ്യമാണ്. ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളെയും പൊതിഞ്ഞു നിൽക്കുന്ന ആവരണം തന്നെ കൊളസ്ട്രോളാണ്. ഇതിനെല്ലാം മികച്ച കൊളസ്ട്രോൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ ആവശ്യമാണ്. കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുട്ട, അത് മഞ്ഞ ഉൾപ്പെടെ ഹോൾ എഗ്ഗാണ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ സോഴ്സ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും അതുപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിൻ്റെയും ഫലമായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്ന് ശ്രമിച്ചു നോക്കുന്ന ഒരു ഭക്ഷണത്തിലൊരു സൊല്യൂഷനാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആൾക്കാർ വളരെ വിൽ പവറോടുകൂടി ഭയങ്കര മനസാന്നിധ്യത്തോട് കടിച്ചു പിടിച്ചാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. പലപ്പോഴും എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഹാർമണി ക്ലിനിക്കിൽ വരുന്ന ഒത്തിരി ആൾക്കാരിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു ഫീഡ്ബാക്ക്, ഞാൻ കണ്ടിട്ടുള്ള അശാസ്ത്രീയമായ രീതിയിൽ ഇതിലോട്ട് എടുത്തു ചാടുന്ന ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാർക്ക് വേണ്ടത്ര ഇതിൽ ബെനിഫിറ്റ് കിട്ടാറില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരിധിവരെ തുടക്കത്തിൽ കുറച്ച് ബെനിഫിറ്റ് കിട്ടാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാലറി റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്ന മൊത്തം കാലറി പരിമിതപ്പെടുത്തുന്നു. ഒരുപക്ഷെ തുടക്കത്തിൽ അതുകൊണ്ട് കുറച്ച് ശരീരഭാരം കുറയുകയോ അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെച്ചപ്പെടുകയോ കുറച്ച് കൊളസ്ട്രോൾ മെച്ചപ്പെടുകയോ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കാലറി റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു വലിയൊരു ദുരന്തം ന്യൂട്രീഷണൽ റെസ്ട്രിക്ഷനാണ്. പോഷകങ്ങളുടെ വളരെ വലിയൊരു കുറവാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ കാണാറുള്ളത് പ്രോട്ടീൻ റെസ്ട്രിക്ഷനാണ്. കൂടുതൽ ആൾക്കാരും അതുകൊണ്ട് സംഭവിക്കുന്നത് മസിൽ ലോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തി ആയിട്ട് ഈറ്റിംഗ് എന്താണെന്ന് പഠിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സുകളും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ പാറ്റേൺസും ഇല്ലാത്ത ഒരാൾ ദയവ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളുടെ ആരോഗ്യ ലക്ഷ്യവും എന്താണെന്ന് അറിയാവുന്ന സാങ്കേതികമായിട്ട് പരിചയമുള്ള ഒരാളുടെ സഹായത്തോടു കൂടി, ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ മെഡിസിൻ എക്സ്പെർട്ട് സഹായത്തോടു കൂടി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കഴിഞ്ഞൊരു 40-50 വർഷമായിട്ട് ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തി ആദ്യം എടുത്ത് മാറ്റാൻ പോകുന്നത് എണ്ണ ഉപയോഗം കുറയ്ക്കുക, വറുത്തതും പൊരിച്ചതും കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരുപാട് യുക്തികളുള്ളൊരു വിഷയമാണ്, പക്ഷേ ശാസ്ത്രീയമായി ഇത് മറ്റൊരു മണ്ടത്തരമാണ്. ഇതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും അതുകൊണ്ട് തന്നെ വീട്ടിൽ എണ്ണയുടെ ഉപയോഗം വല്ലാതെ കുറയ്ക്കുന്നു. ഇനി അഥവാ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ അത്യാവശ്യം നല്ലതാണെന്നുള്ളൊരു പ്രചരണം എല്ലായിടത്തും എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ പാചകത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും കുറച്ച് അതിബുദ്ധി കാണിക്കാറുണ്ട്. ഇപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ പപ്പടം കാച്ചുക, അല്ലെങ്കിൽ വറുക്കുക, മീൻ വറുക്കുക, പൂരി ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും വീണ്ടും പോകുന്നത് ഏറ്റവും മോശമായ എണ്ണയായിട്ടുള്ള സൺഫ്ലവർ ഓയിലും മറ്റ് വെജിറ്റബിൾ ഓയിൽസാണ്.
നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെളിച്ചെണ്ണയും നെയ്യും അതുപോലെ ഡ്രസ്സിങ്ങിനാണെങ്കിൽ ഒലിവ് ഓയിലും തന്നെയാണ്. പക്ഷേ പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാചകത്തിൻ്റെ രീതി ഒരു ഷാലോ ഫ്രൈയിങ് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് എണ്ണയെ പേടിച്ച് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഉപകരണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്തിയിട്ടുണ്ടാകും. അത് എയർ ഫ്രയറാണ്. എയർ ഫ്രയർ മോശമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എയർ ഫ്രയറിനെക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് ഉണ്ടാക്കുന്നത് ഒരു ഷാലോ ഫ്രൈയിങ് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭക്ഷണത്തിൽ എണ്ണ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മാസത്തിൽ ചിലപ്പോൾ 3-4 തവണ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് പഴം ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടൽമാവിൽ വെളിച്ചെണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്ത് പഴംപൊരി ഉപയോഗിക്കുന്നത് എന്തൊരു ടേസ്റ്റിയാണ്. സോ അതുകൊണ്ട് എണ്ണ ഒഴിവാക്കുന്നത് ഒരു മണ്ടത്തരമാണ്. പലരുടെയും ഭക്ഷണത്തിലെ ഏറ്റവും ദുർബലമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഡിന്നറാണ്. ഒരു പക്ഷേ ജോലിയും അല്ലെങ്കിൽ അധ്വാനവും നമ്മുടെ ഒരു ദിവസത്തെ ടൈറ്റ് ഷെഡ്യൂൾസൊക്കെ വന്നിട്ട് കുറച്ച് മനസ്സ് തുറന്ന് സന്തോഷമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കഴിക്കുന്നൊരു സമയം നമ്മുടെ ഡിന്നറാണ്. വലിച്ചു വാരി വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളും നമ്മുടെ സ്ട്രെസ്സുമൊക്കെ തീർക്കാൻ വേണ്ടി കഴിക്കുന്ന ആ സമയത്തിൽ നിന്ന് ഒരു വലിയൊരു മാറ്റം ഏതൊരു വ്യക്തിക്കും അറിയാം, അവരത് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പലപ്പോഴും ചെയ്യുന്ന ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവായിട്ട് പലരും കാണുന്നത് മേ ബി ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് ഓട്സ് കലക്കി കുടിക്കുക എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ 2 ചപ്പാത്തിയിലോട്ട് തന്നെ ഡിന്നർ മാറ്റി, അല്ലെങ്കിൽ 2 ദോശയിലോട്ട് ഡിന്നർ മാറ്റി. ശരിയാണ്, വലിയൊരു ശത്രു ഒഴിവായി, രാത്രി വലിച്ചുവാരി കഴിക്കുന്ന സ്വഭാവം ഒഴിവായി. പക്ഷേ ഒരു വലിയ ശത്രുവിന് പകരം ശരിക്കും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു ശത്രുവിനെയാണ്. വീണ്ടും അത്താഴം അവസാനിക്കുന്നത് കുറേ അന്നജം, അതും വളരെ ഹൈ ഗ്ലൈസിമിക് ആയിട്ടുള്ള ഒരു അന്നജത്തിലാണ് വീണ്ടും നിങ്ങളുടെ ഡിന്നർ അവസാനിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നൊരു കാര്യം ഗ്രെയിൻസ് ഇല്ലാത്ത ഡിന്നറാണ്. സോ ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാൻ ബി എ നോ ഗ്രെയിൻ ഡിന്നർ. എന്താണ് നോ ഗ്രെയിൻ ഡിന്നർ? അതിൻ്റെ സയൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോയുടെ ലിങ്ക് ഞാനിടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. സോ രാത്രി വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ പറയുന്ന 2 ചപ്പാത്തിയോ 2 ദോശയോ പാലിലുള്ള ഓട്സോ ഒരു മണ്ടൻ തീരുമാനമാണ്. ഞാൻ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണത്തിൽ എൻ്റെ ഇച്ഛാശക്തിയോടുകൂടി എന്ത് മാറ്റത്തിനും തയ്യാറാണ് എന്നുള്ള ചില ആൾക്കാർ, എന്ന് കരുതുന്ന ചില ആൾക്കാർ, അതിനുള്ള കഴിവുള്ളെന്ന് കരുതുന്ന ആൾക്കാർ പിന്നെ കാണിക്കുന്ന മറ്റൊരു മണ്ടത്തരം ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത്. എനിക്കറിയുന്ന ചില ആൾക്കാരുണ്ട്, അവർ പറയുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഒഴിവാക്കി, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആപ്പിളിലോട്ട് ചുരുക്കി, അല്ലെങ്കിൽ ഡിന്നർ ഞാനൊരു നേന്ത്രപ്പഴത്തിലോട്ട് മാറ്റി. ഒന്നുകിൽ ആശാന നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ളൊരു സമീപനം ഇവിടെ ഒരിക്കലും വർക്ക് ചെയ്യില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബോഡി കണ്ടീഷൻഡായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ന്യൂട്രീഷനുണ്ട്, അത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അതിനെ ഒഴിവാക്കുക എന്നുള്ളത് അശാസ്ത്രീയമാണ്. ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം, ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊന്ന്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാനിത് കണ്ടിട്ടുള്ളത് ദേ ബൗൺസ് ബാക്ക്. എത്രത്തോളം അവർ പുറകിലോട്ട് പോയോ ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടിയോ അതിലപ്പുറമോ അവർ മുന്നോട്ട് പോവുകയും പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിൽ വന്ന് അവസാനിക്കാറുമാണ് പതിവ്. പോഷക സമ്പുഷ്ടമായ ഭക്ഷണം വലിയ രുചിയുള്ളതാകില്ല എന്നൊരു പൊതുധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർക്കും കരുതുന്ന ഒരു മണ്ടത്തരം, നല്ല രുചിയുള്ളതാണെങ്കിൽ അത് പോഷക സംബന്ധമായി ആരോഗ്യ സംബന്ധമായി മോശമായിരിക്കുന്നുള്ള. പല ആൾക്കാരും അതുകൊണ്ട് കാണിക്കുന്ന മറ്റൊരു മണ്ടത്തരം, വലിയ രുചിയില്ലാത്ത ഭക്ഷണം ആരോഗ്യത്തിൻ്റെ പേരിൽ വലിയ സഹനശക്തിയോടെ കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് തെറ്റാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപോലെ രുചിയും പോഷകവും ഉണ്ടെങ്കിലോ, നിങ്ങളെനിക്ക് വളരെ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണം തന്നു എന്ന് വിചാരിക്കുക, ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നെങ്കിൽ എത്ര പോഷകമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് കഴിക്കില്ല. ഒരു 25 വർഷമായിട്ട് ന്യൂട്രീഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ശരാശരിക്കാരന് രുചിയില്ലാത്ത ഭക്ഷണം പോഷക സമൃദ്ധമാണ്, ആരോഗ്യദായിനിയാണെന്ന് പറഞ്ഞാൽ എത്ര നാൾ കഴിക്കാൻ പറ്റും? നിങ്ങൾ കേട്ടണമെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളൊന്ന് ന്യൂട്രീഷൻ തന്നെയാണ്, നമുക്ക് പോഷകം തരിക എന്നുള്ളതാണ്. ബട്ട് ഫുഡ് ഈസ് ന്യൂട്രീഷൻ, അറ്റ് ദ സെയിം ടൈം ഫുഡ് ഈസ് ഇമോഷൻ, ഫുഡ് ഈസ് ഇൻഫർമേഷൻ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന വികാരം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോഷക സമൃദ്ധവും നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ഫീലും തരുന്ന ഒന്നാണെങ്കിലോ? സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓരോരോ ഫാഡുകളുടെ പുറകെ, മിത്തുകളുടെ പുറകെ പോകുന്നതിന് പകരം ഞങ്ങൾ ഹാർമണിയിൽ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ അയാളുടേതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ബയോളജിക്കൽ ആസ്പെക്ട്സുകളും ഇൻഡിവിജ്വാലിറ്റിയും നോക്കി
അയാളുടെ ഭക്ഷണത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്, നോളജാണ്. സോ ഇവിടെ ഒരു ടീം ഓഫ് ഹെൽത്ത് കോച്ചസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഈ വ്യക്തിയിൽ കൊടുക്കുന്ന ആരോഗ്യവും ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, അതുവഴി ഉണ്ടാക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്ററി ചേഞ്ചസ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു ഫീഡ്ബാക്ക് ഇതാണ്. ഇതാണ് ഭക്ഷണം, ഇത് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഐ എം ഓക്കെ വിത്ത് ദിസ്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്, എനിക്കിത് മതി എന്ന് പറയുന്ന ഒരു ആരോഗ്യകരമായിട്ടുള്ള രുചികരമായ ഭക്ഷണക്രമം ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്.